ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഡ്രാമ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വാട്ട് വി ഹൈഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മരിച്ചുപോയ അമ്മയുടെ ശരീരം സൂക്ഷിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരെന്തിനാണ് അവരുടെ അമ്മയുടെ ശരീരം മറ്റാർക്കും കാണിച്ചു കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇതിനെല്ലാം ഉത്തരം പറയുന്ന ഒരു മൂവിയാണിത്. നിങ്ങൾ ഈ മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ജെയ്സി, അതേപോലെ തന്നെ സ്പൈഡർ എന്ന് പറഞ്ഞിട്ട് അവളുടെ സഹോദരി, ഈ രണ്ട് സഹോദരിമാരും വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ഈ ഡ്രഗ് ഓവർ ഡോസ് ആയിട്ട് കഴിച്ച് മരണപ്പെട്ട അവരുടെ അമ്മയുടെ ശരീരം വീടിനകത്ത് കിടക്കുന്നതാണ് അവർ കാണുന്നത്. അത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് പിന്നീട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ, അവരുടെ അമ്മയുടെ ശരീരം ഒരു പെട്ടിക്കുള്ളിലാക്കി വീടിന് വെളിയിലുള്ള ഷെഡിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കും. അതുമല്ല ജെസ്സി ആണെങ്കിലോ അവളുടെ അമ്മയ്ക്ക് അവസാനമായിട്ട് ഒരു ഉമ്മയും കൊടുത്ത് അവളുടെ അമ്മയുടെ ലോക്കറ്റും എടുത്ത് കയ്യിൽ വെച്ചേക്കും, കാരണം അവളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർ ജെസ്സിയോട് പറയുന്നുണ്ട്, നമ്മുടെ അമ്മ മരിച്ച കാര്യം ഒരിക്കലും വേറെ ആരോടും പറയരുത്, അതൊരു രഹസ്യമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും രണ്ടിടങ്ങളിലേക്ക് മാറ്റും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെയും നമ്മുടെ മരണം വരെ വേറെ ആർക്കും പിരിക്കാൻ കഴിയത്തില്ല, നമ്മൾ അങ്ങനെ ഒരിക്കലും പിരിയത്തുമില്ല എന്നുള്ള രീതിയിൽ സ്പൈഡർ പറഞ്ഞിട്ട്, അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് അവരുടെ അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. എടുത്തു നോക്കുമ്പോഴത്തേക്ക് റേസി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനാണ് വിളിക്കുന്നത്. പക്ഷേ സ്പൈഡർ ഒരിക്കലും കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും സ്കൂളിലേക്ക് പോയായിട്ട് റെഡി ആകുമ്പോൾ നമ്മുടെ ജെസ്സി ആണെങ്കിലോ അമ്മയുടെ ആ ലോക്കറ്റ് എടുത്ത് കഴുത്തിലിട്ടേക്കുന്നു. ഇത് കണ്ട സ്പൈഡർ പറയും, ഏയ് നീ അത് ഊരി വെക്കി, ആരെങ്കിലും കണ്ട് സംശയിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിലെ ക്ലാസ് റൂമിൽ കയറുന്നതിന് മുന്നേ സ്പൈഡർ ഒരു തവണ കൂടി ജെസ്സിയോട് പറയുന്നുണ്ട്, വേറെ ആരോടും പറയരുത്, ഇത് സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചേക്കണമെന്ന് പറയുമ്പോൾ ജെസ്സി പറയും, ഇല്ല വേറെ ആരോടും പറയത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സ്പൈഡർ ആണ് അത് തെറ്റിക്കുന്നത്, വേറെ ഒന്നുമില്ല. അവൾക്ക് ഈ കാര്യം മനസ്സിൽ വെക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അലീഷ്യ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവളോട് ഈ കാര്യം പറയാണ്. അപ്പൊ അലീഷ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മ വീട്ടിലില്ല എന്നുള്ള കാര്യം മറ്റുള്ളവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സംശയിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഫ്രണ്ട് പോർച്ചിൽ കുറച്ച് നാളത്തേക്ക് ഈ ശരീരം സൂക്ഷിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്നെല്ലാം അപ്പോഴും നമ്മുടെ സ്പൈഡർ പറയുന്നുണ്ട്. അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സ്പൈഡർ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജെസ്സിയുടെ സുഹൃത്തിന്റെ മുത്തശ്ശി കാറിൽ കൊണ്ടുവന്ന് ഇറക്കാണ്. ഇത് കണ്ട സ്പൈഡർ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ജെസ്സി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് സ്പൈഡർ പറയുന്നത്, ഏയ് നീ എന്തിനാ അവരുടെ കാറിൽ കയറി വന്നേ, അവരെങ്ങാനും വീട്ടിലേക്ക് കയറണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ജെസ്സിയെ വാൺ ചെയ്യും. അത് കഴിഞ്ഞ് രാത്രിയിൽ ഇവര് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സ്പൈഡർ ഇപ്പോൾ കബോർഡ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ അധികം ഫുഡില്ല, എല്ലാം കഴിയാറായി. ഇപ്പൊ ഇവരുടെ അമ്മയില്ലാതെ പണമില്ലല്ലോ. അങ്ങനെ ഉള്ളത് വെച്ചിട്ട് അന്ന് രാത്രി കഴിക്കുമ്പോൾ സ്പൈഡർ പറയുന്നുണ്ട്, ഒരു 6 ദിവസം കൂടി കഴിഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് തരുന്ന $600 നമുക്ക് കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങാം, അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് വീടിന് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. സ്പൈഡർ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ അത് അവളുടെ അമ്മയുടെ ബോയ് ഫ്രണ്ടാണ് റേസി. ഇവനാണ് നേരത്തെ ഫോണിൽ വിളിച്ചത്. അങ്ങനെ അവൻ വന്നിട്ട്, അല്ല നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർ പറയും, ഇല്ല, കുറച്ചു നേരത്തെ ഒരു ലേഡിയോടൊപ്പം കാറിൽ കയറി പോയതേ ഉള്ളൂ എന്ന് കള്ളം പറയും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട്, ഓക്കെ നിങ്ങളുടെ അമ്മ വരുവാണെങ്കിൽ എന്തായാലും എന്നെ വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ റേസി ഇതുപോലെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു കാര്യം നമ്മുടെ ജെസ്സിക്കും സ്പൈഡറിന് നല്ല പേടിയാവുന്നുണ്ട്. കാരണം ഇനി ഇവൻ വന്നു കഴിഞ്ഞാല്, കാരണം ഇവരുടെ അമ്മയുടെ ബോയ് ഫ്രണ്ട് കൂടിയാണ് അവൻ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർ വീടിനകത്ത് നോക്കുമ്പോൾ ജെസ്സിയെ കാണുന്നില്ല. അങ്ങനെ അവൾ ആ ഷെഡിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് ആ അമ്മയുടെ ബോഡിയുടെ അടുത്തിരുന്ന് ജെസ്സി നല്ലതുപോലെ കരയുന്നു. അപ്പോഴാണ് സ്പൈഡർ വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട്, സാരമില്ല ജെസ്സി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ നമ്മളെക്കാൾ കൂടുതൽ ഡ്രഗിനോടാണ് താല്പര്യം കാണിച്ചത്, അതുമല്ല അവരുടെ അമ്മ മറ്റൊരാളോടൊപ്പം പോകാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഇവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു $600 ഉണ്ടല്ലോ ഗവൺമെന്റ് കൊടുക്കുന്ന ആ പണം കിട്ടും. അത് വെച്ചിട്ട് അവരൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും. ഇപ്പോൾ മാസാമാസം ഈ പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് വെച്ച് എങ്ങനെയും കഴിഞ്ഞു പോവാം. അതുപോലെ ഇത്രയും ഫുഡ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം, ഇതിനു മുന്നേ അമ്മ ഉണ്ടായിരുന്നപ്പോൾ കഴിക്കുന്നതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, പക്ഷെ ഇനി അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ ഷോപ്പിന് വെളിയിലിരുന്നിട്ട് ഇതെല്ലാം കഴിക്കുമ്പോഴത്തേക്കും ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ, അവന്റെ പേര് കോടി എന്നാണ്, അവൻ ഇപ്പോൾ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കും. ഇത് കണ്ട സ്പൈഡർ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ വഴക്ക് പറഞ്ഞ് ആ ക്യാമറ പിടിച്ചു വാങ്ങിയിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുമ്പോൾ അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അതൊരിക്കലും ഡിജിറ്റൽ ക്യാമറ അല്ല എന്ന്. അങ്ങനെ കോടി ആ ക്യാമറയും കൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്നതും ഇവര് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ജെസ്സി ചോദിക്കുന്നുണ്ട്, അല്ലെ എല്ലാ മാസവും നമുക്ക് ആ ഒരു വെൽഫെയറിൽ നിന്നും എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ $600 വെച്ച് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം രണ്ടുപേരും കണ്ണുറക്കുന്നത് അവരുടെ ഫോൺ റിങ് ചെയ്തിട്ടാണ്.
ഓടിച്ചെന്ന ആ ഒരു ഫോൺ എടുത്തിട്ട് ഇത്തവണ അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല. കോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു വോയിസ് മെസ്സേജ് വരുന്നു. അപ്പോൾ അവരെ വിളിച്ചത് വേറെ ആരുമില്ല, CPS വർക്കറാണ്, ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ് വർക്കർ. കാരണം ഇവരുടെ അമ്മ ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികളെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇവരുടെ അമ്മ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും അവർക്ക് പ്രായപൂർത്തിയാവുന്നതുവരെ അവരുടെ സംരക്ഷണത്തിൽ, ഗവൺമെന്റിന്റെ സംരക്ഷണത്തിലായിരിക്കും അവർ കഴിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പിരിയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് അവരുടെ അമ്മ മരിച്ചെന്നുള്ള കാര്യം മറ്റാരെയും അറിയിക്കാതെ അവരിപ്പോൾ ജീവിക്കുന്നത്. അതുമല്ല, ആ ഒരു വോയിസ് മെസ്സേജിൽ അവർ ഉടനെ തന്നെ ഈ ഒരു വീട് പരിശോധിക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന രണ്ടുപേരും ഓടി ചെന്നിട്ട് അവരുടെ അമ്മയുടെ മുറി ഉണ്ടല്ലോ അത് നല്ലതുപോലെ വൃത്തിയാക്കുന്നുണ്ട്. കാരണം അത് ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി ഈ വീട് നല്ലതുപോലെ ക്ലീൻ ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു ഷെഡിൽ നിന്നിട്ട് അവരുടെ അമ്മയുടെ ശരീരം ആരും കാണാത്ത രീതിയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒളിപ്പിച്ചു. അതേപോലെ തന്നെ ഇവരുടെ അമ്മയുടെ റൂം ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവരുടെ അമ്മ ഇതിനു മുന്നേ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയത്. അങ്ങനെ രണ്ടുപേരും എല്ലാം ക്ലീൻ ചെയ്ത് വീടിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജെസ്സി പറയും അമ്മയുടെ കാർ വെളിയിലെടുക്കാണ്, കുറെ നാളായിട്ട് അത് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് കാറിനടുത്തേക്ക് ചെല്ലും. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ സ്പൈഡറിന് കാർ നല്ലതുപോലെ ഓടിക്കാൻ അറിയത്തില്ല. അപ്പോഴാണ് ജെസ്സി പറയുന്നത്, അല്ല നീ ഗോ കാർട്ട് കാർ ഓടിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ എന്നല്ല പറയുമ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ഈ സ്പൈഡർ കാർ ചെറുതായിട്ട് നനക്കി പുറകിലേക്ക് കൊണ്ടിടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് CPS വർക്കർ ഉണ്ടല്ലോ, അവരുടെ പേര് പോള എന്നാണ്. അവരിപ്പോ വീട്ടിലേക്ക് വന്നിട്ട് ഈ വീടെല്ലാം നല്ലതുപോലെ നോക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അമ്മയോടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ജോബിന്റെ ആവശ്യമായിട്ട് ബാങ്കിൽ പോയേക്കാണ്, ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, പക്ഷെ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോള ആ വീട് മുഴുവനായിട്ട് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും വീടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ സംശയമൊന്നും വരുന്നില്ല. എന്നിട്ട് അവർ പറയും നിങ്ങളുടെ അമ്മ വന്നാൽ ഉടനെ തന്നെ വിളിക്കാൻ പറയണമെന്നും പറഞ്ഞു അവരവിടെ നിന്ന് പോവാണ്. അവര് പോയതിനു ശേഷമാണ് ജെസ്സി ചോദിക്കുന്നത്, അല്ല ചേച്ചി ഇനി അവര് വീണ്ടും വരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ട്, ഓരോ തവണയും പല ആളുകളായിരിക്കും വരുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയും. അതേസമയം മറ്റൊരിടത്ത് ലോക്കൽ ഷെരീഫായിട്ടുള്ള ബെന്നിനെ കാണുകയാണ്. അവനിപ്പോ ഒരു ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്താന്ന് വെച്ചാൽ രണ്ട് സ്ത്രീകൾ ഡ്രഗ് അധികമായിട്ട് യൂസ് ചെയ്ത് കാർ ഓടിച്ച് എവിടെ കൊണ്ടുവന്ന ആക്സിഡന്റ് സംഭവിച്ചു. അവര് മരിക്കാറായിട്ടുള്ള സ്റ്റേജിൽ കിടക്കാണ്. അതുമല്ല, വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? കാറിന്റെ പിറകില് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ രണ്ട് കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല, അവര് രണ്ടുപേരെ രക്ഷിച്ചു. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലെല്ലാം നമ്മൾ ഭയങ്കര സംഭവമാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ള കാര്യങ്ങളും അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ബെന്നി കേസെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അലക്സി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ സ്പൈഡറിന്റെ, അവളുടെ അച്ഛനാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈഡർ അവളുടെ വീട്ടിലിരിക്കുന്ന കാര്യം ബെൻ കണ്ടിട്ട് അന്ന് രാത്രി ഡിന്നർ അവളുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് സ്പൈഡർ കഴിക്കുന്നത്. അതുപോലെ അവൾ പറയുന്നുണ്ട് ഇന്ന് അമ്മ വരത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു ബസ് പിടിച്ചാണ് പോകാൻ പോകുന്നത് പറയുമ്പോൾ ബെൻ പറയും ഇല്ല മോളെ, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇത്ര ഇരുട്ടത്ത് നീ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, അത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെൻ ഇപ്പോ സ്പൈഡറിനെ വീട്ടിലേക്ക് കൊണ്ടാക്കും. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടാണ് ബെൻ പറയുന്നത്, എന്റെ രണ്ടാമത്തെ മകനും നിന്റെ സഹോദരിയുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ എന്തായാലും നിന്റെ സഹോദരി ജെസ്സി ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ സ്പൈഡർ പറയും ഇല്ലെങ്കിൽ ഇപ്പോഴെന്തായാലും വീട്ടിലേക്ക് വരണ്ട, അമ്മ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് തോറ്റ് ആകെ ആ ദേഷ്യത്തിലിരിക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും വീട്ടിലേക്ക് വരുന്നത് നല്ലതാകത്തില്ല, വേറൊരു ദിവസം ആവാം എന്ന് പറഞ്ഞ് ബെന്നിനെ അവൾ പറഞ്ഞുവിടും. അങ്ങനെ റൂമിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് ജെസ്സി പറയുന്നത്, ഓ ഞാൻ ഇന്നാൾക്ക് എന്റെ സുഹൃത്തിന്റെ മുത്തശ്ശിയുടെ കാറിൽ വന്നപ്പോൾ നിനക്ക് കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ നീ ബെന്നങ്ങളിനെ കൊണ്ടുവന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നതും അതറിയാതെ സംഭവിച്ചതാണ്, ഇനി സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈഡർ അവളോട് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജെസ്സിയോട് ഇത്രയും കാലത്തിനിടയിൽ ഇപ്പോഴാണ് ക്ഷമ തന്നെ ചോദിക്കുന്നത്. അത് കാരണം രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജെസ്സി ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ എത്ര ദിവസം താമസിക്കാൻ പോകുന്നത്, അധികം നാൾ നമുക്ക് ഇതുപോലെ താമസിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം സ്പൈഡറിന് സ്കൂളിലേക്ക് പോകാനായിട്ട് ഈ ബസ് ടിക്കറ്റിന്റെ റേറ്റ് ഉണ്ടല്ലോ അത് തിരക്കാനായിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കാണ് അതിനകത്തുള്ള ലേഡി സ്പൈഡറിന്റെ ഏജ് ചോദിക്കുമ്പോൾ അവൾക്ക് 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ പറയും സോറി, 15 വയസ്സുകാർക്ക് ഇതൊന്നും കൊടുക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരാൻ പറയുന്നത്. സ്പൈഡർ വെട്ടുന്നൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ ആ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനായിട്ട് വരുന്നത്. കോടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനുണ്ടല്ലോ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു. അതിപ്പോ എടുത്തിട്ട് നമ്മുടെ സ്പൈഡറിന് കൊടുക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് നല്ല സന്തോഷമുണ്ട്. അതുമല്ല അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോൾ വെളിയിൽ പോകുന്ന ഒരു ദിവസമുണ്ട്, അന്ന് എന്നോടൊപ്പം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി കാണിക്കുമ്പോൾ നമ്മുടെ ജെസ്സി കോടി എടുത്ത ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഓ അയാളിത് നിനക്ക് തന്നു, പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർ പറയും അവൻ എന്നെ വെളിയിലേക്ക് പോകാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അപ്പോഴാണ് ജെസ്സി പറയുന്നത്, അല്ല അതെന്താ സമ്മതിക്കാതെ, ഇതൊക്കെ ഒരു രസമല്ലേ, എന്തായാലും നീ പോയിട്ട് വാ എന്നെല്ലാം പറയുന്നതും ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ സ്പൈഡർ കോടിയോടൊപ്പം പോകാനായിട്ട് തയ്യാറായിട്ട് അവന്റെ ബൈക്കിൽ കയറി ഇവർ രണ്ടുപേരും ഇപ്പോൾ വേറെ എവിടേക്കോ പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് അവനിപ്പോൾ ആരുടെ വീടിന് മുന്നിലേക്ക് വണ്ടി നിർത്തിയിട്ട് അയാളുടെ പേര് ഡെന്നീസ് എന്നാണ്. അയാളുടെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് എല്ലാം കൊടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അടുത്തൊരു കാടിനകത്തേക്ക് കയറും. എന്നിട്ട് അതിനകത്ത് നിന്ന് ഇവർ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മുടെ കോടി ഇപ്പോൾ സ്പൈഡറിനെ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേ സമയം ഇവിടെ സ്പൈഡറിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ബെൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരുണ്ടല്ലോ, അയാളിപ്പോ സ്പൈഡറിന്റെ അമ്മയെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് വീട്ടിലെ വെളിയിൽ വന്ന് തട്ടി നോക്കുമ്പോഴത്തേക്കും ആരും ഡോർ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവൻ ആ ഒരു വീട് മുഴുവൻ ചുറ്റി നടക്കും. പക്ഷെ അടുത്തുള്ള ആ ഒരു ഷെഡ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് മാത്രം അവൻ കയറി നോക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഈ സ്പൈഡറിനെ കാണിക്കുമ്പോൾ കോടി ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവന്റെ റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് ചെന്ന് അവനെടുത്ത ഫോട്ടോസ് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ കാണുകയാണ്. അതിൽ ഡെനീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടല്ലോ, അയാളുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി സ്പൈഡർ ചോദിക്കുമ്പോൾ കോടി പറയും അയാളുടെ ഭാര്യ ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്തിട്ട് മരണപ്പെട്ടത്. അതിനുശേഷം അയാൾ അയാളുടെ ജോലി വിടുകയായിരുന്നു. കാരണം അയാളുടെ ഡ്രഗ് ബിസിനസ് ആയിരുന്നു. ഇപ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് കോടി സ്പൈഡറിനെ തിരിച്ച് ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ കൊണ്ടാക്കും. അപ്പോൾ നമ്മുടെ സ്പൈഡർ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇത് വേണ്ട കേട്ടോ, കാരണം എൻ്റെ അമ്മ അത്രയും സ്ട്രിക്റ്റ് ആണ്. ഇതുപോലെ ബോയ്സിനോടൊപ്പം കണ്ടു കഴിഞ്ഞാൽ നല്ല വഴക്ക് കിട്ടും എന്നും പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡിജിറ്റൽ ക്യാമറ നമ്മുടെ കോടി സ്പൈഡറിന്റെ കയ്യിൽ കൊടുക്കും. കാരണം ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അത് സന്തോഷത്തോടെ തന്നെ വാങ്ങിയിട്ട് അവൾ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സഹോദരിമാരും അവരുടെ ജീവിതം സാധാരണ രീതിയിൽ തന്നെ ജീവിക്കുകയാണ്. മറ്റാരും അവരുടെ അമ്മയുടെ മരണം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുമല്ല അവരുടെ ഓരോ ചെറിയ നിമിഷം വരെ അവര് നല്ലതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർ ഡൈനറിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് റേസി എന്ന് പറയേണ്ട ഒരുത്തനുണ്ടല്ലോ, അവൻ അവന്റെ സുഹൃത്തും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ അമ്മയോട് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർ പറയും എന്റെ അമ്മ ഇപ്പൊ എല്ലാം വിട്ടു, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിനും അമ്മ തയ്യാറല്ല, അതുകൊണ്ടാ വിളിക്കാത്തതെന്ന് പറയുമ്പോൾ അവൻ പറയും ഓ അങ്ങനെയാണല്ലേ, ശരി നിന്റെ അമ്മയോട് പറഞ്ഞേക്ക് എനിക്ക് അവളെ ഒരു $300 തരാനുണ്ടെന്ന്. അത് അടുത്ത ഫ്രൈഡേക്കുള്ളിൽ എനിക്ക് തന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട സ്പൈഡറിന് ഇനി എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൾ മറ്റൊരു ഷോപ്പിലേക്ക് പോയിട്ട് നമ്മുടെ കോടി കൊടുത്ത ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതവിടെ വിൽക്കും. എന്നിട്ട് ഇതിൽ എത്ര പണം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇതിന് $50 മാത്രമേ തരാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് വേറെ വഴിയില്ല. കാരണം റേസി എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവന് പണം കൊടുത്തേ മതിയാവൂ. അതുകൊണ്ട് അവളുടെ അമ്മയുടെ സ്വർണ്ണ മാല അതെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഓക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് തിരിച്ചെടുക്കാൻ വരാം, അതുവരെ ഇതിവിടെ വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പണയത്തില് പൈസ വാങ്ങിക്കുമല്ലോ ആ രീതിയിൽ അവൾ പൈസയും വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് റേസി എന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് അവനെ കണ്ടിട്ട് ആ പണം കൊടുത്തിട്ട് പറയുന്നേ ഈ പണം അമ്മ തരാൻ പറഞ്ഞു, അതേപോലെ തന്നെ ഇനി ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്, ഞങ്ങളെ ഫോളോ ചെയ്യരുത്, എന്റെ അമ്മ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് എന്ന് പിന്നെ പറയുമ്പോൾ അവ ഒരിക്കലും ഇത് വിശ്വസിക്കത്തില്ല. എന്ത് ജെയ്സി ക്ലീൻ ആയെന്നോ എന്നും പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങും. അതുപോലെ അവൻ പറയുന്നുണ്ട് ശരി എന്തായാലും നീ പോകുന്നതിന് മുന്നേ കുറച്ചു നേരം ഇവിടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകും എന്നെല്ലാം മോശമായിട്ടുള്ള രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവള് വേണ്ടാന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് നിന്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം നിന്നെ ഇവിടെ കൊണ്ടാക്കാന്ന് എന്ന് പറഞ്ഞ് ഇവ ചിരിക്കുന്നത് മീതി കേട്ട സ്പൈഡർ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി നേരെ അവളുടെ അമ്മയെ കെടുത്തിരിക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് നല്ലതുപോലെ അതിലിങ്ങനെ തട്ടുകയാണ്. കാരണം ഒരമ്മ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അവനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ദേഷ്യത്തിൽ കുറെ നേരം അവിടെ നിന്ന് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സ്പൈഡർ ഓൺലൈനില് എത്ര വയസ്സിലാണ് സഹോദരങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്നത് അത് ലീഗലായിട്ട് എന്നുള്ളത് നോക്കുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് തന്റെ സഹോദരിയെ ദത്തെടുക്കാനും ലീഗലായിട്ട് ഒരുമിച്ച് ജീവിക്കാനും കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം സ്പൈഡർ മനസ്സിലാകും. പക്ഷെ അവൾക്ക് ഇപ്പോഴും 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, ഇനിയും 3 വർഷം കഴിയണം. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ജെസ്സി സ്പൈഡറിനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി അമ്മയുടെ മാല കാണാനില്ല, അതെവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അതെവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും, എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടും, നീ സമാധാനപ്പെടുന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ഫോണിൽ ഒരു വോയിസ് മെസ്സേജ്. ആരാന്ന് വെച്ചാൽ ബെൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാൾ അയച്ചേക്കാണ്. രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവരുടെ കുടുംബത്തെ ക്ഷണിച്ചേക്കാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം നമ്മുടെ സ്പൈഡർ നേരെ പോകുന്നത് ഡെന്നീസ് എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, അയാളോട് ചെന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ, അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫേക്ക് ID നിർമ്മിക്കണം. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് 18 വയസ്സായെന്ന് അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ഫേക്ക് ID വെച്ച് അവൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ട് ഒരു ജോലിയും വാങ്ങി തന്റെ സഹോദരിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈഡർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അയാൾ ആദ്യം പണം ചോദിക്കുമ്പോഴത്തേക്കും സ്പൈഡർ പറയും ഇല്ല എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അപ്പോൾ അയാൾ സ്പൈഡറിന്റെ ടെൻഷനെല്ലാം കണ്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് അല്ല ഇത്ര അത്യാവശ്യമായിട്ട് നിനക്ക് എന്തിനാ ഈ ഒരു ID എന്ന് ചോദിക്കുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലക്സിയുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും പോയിരുന്നിട്ടാണ് നമ്മുടെ സ്പൈഡർ അലക്സിയോട് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരിയും കൊണ്ട് ഈ ഒരു നാട് വിട്ട് പോകും, കാരണം എനിക്കൊരു ID കാർഡ് കിട്ടാൻ പോവാണ് 18 വയസ്സായതിൻ്റെ. അത് വെച്ച് ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലി കണ്ടുപിടിച്ച് എൻ്റെ സഹോദരിയായിട്ട് ജീവിക്കും, എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ നിന്നോട് അത് പറയാന്ന് പറയുമ്പോൾ അലക്സി അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർ ഈ മാസത്തിൽ കിട്ടുന്ന ആ ഒരു പണം ഉണ്ടല്ലോ അതും കൊണ്ട് നേരെ ആ ഒരു ഷോപ്പ് ഓണറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ക്യാമറയും അതേപോലെ തന്നെ ഈ ലോക്കറ്റ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആ ലോക്കറ്റ് എടുത്ത് വെച്ചു കൊടുക്കും. പക്ഷേ ക്യാമറ അയാൾ ആൾറെഡി തന്നെ വേറൊരാൾക്ക് വിറ്റു എന്ന് പറയുമ്പോൾ
വേറെ വഴിയില്ല, കോഴിയുടെ ക്യാമറ തിരിച്ചു കൊടുത്തല്ലേ മതിയാവും. അതുകൊണ്ട് തന്നെ പുതിയൊരു ക്യാമറ വാങ്ങി അവൾ നേരെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നിട്ട് കോഴിക്ക് അതിങ്ങനെ കൊടുക്കുമ്പോൾ അവൻ പറയും, ഇതെന്തായാലും കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു ദിവസം കൂടി പുറത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർ ആദ്യം അതിന് സമ്മതിക്കത്തില്ല. പക്ഷെ അവൻ 2-3 തവണ ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഓക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും അതുപോലെ തന്നെ ഒരു യാത്ര പോവാണ്. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവർ വീട്ടിൽ നമ്മുടെ ജെസ്സിക്കുണ്ടല്ലോ ആസ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഇൻഹേലർ അത് തീർന്നു എന്നുള്ള കാര്യം സ്പൈഡറിനോട് പറയുമ്പോൾ സ്പൈഡർ പറയും, ഓക്കെ, ഇന്ന് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ഡോറിൽ ആരോ തട്ടുന്നു. രണ്ടുപേരും പേടിച്ചങ്ങനെ നോക്കുമ്പോഴത്തേക്കും പോള എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഉണ്ടല്ലോ, ഇവരുടെ അമ്മയെ കാണാനായിട്ടാണ് അവർ വന്നത്. ഇത് കാണുന്നത് ഇവർ രണ്ടുപേരും ഈ പുറകിലത്തെ ആ ഒരു ഷെഡുണ്ടല്ലോ അതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. ആ ലേഡിയാണെങ്കിൽ വീടിനകത്ത് കയറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറകിലൂടെ വന്ന് അവിടുത്തെ ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും കാണുന്നില്ല. അങ്ങനെ ഇവർ ഈ ഷെഡിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അതിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. കുട്ടികളെ അവരുടെ അമ്മയെ കാണാത്തത് കൊണ്ട് ആ ലേഡി ബെൻ ഉണ്ടല്ലോ ഷെരീഫ്, അവനെ വിളിച്ച് ഈ കാര്യം പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജെസ്സി ഇപ്പോൾ സ്പൈഡറിനോട് പറയുന്നത്, ആ CPS വർക്കർ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അവരുടെ ഓഫീസിൽ പറഞ്ഞു കാണും. ഇതുപോലൊരു ജീവിതം ഇനി നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല, ഇങ്ങനെ പേടിച്ച് ജീവിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സ്പൈഡർ പറയും, ഇല്ല അടങ്ങിയിരിക്കും, നമുക്ക് എന്തായാലും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ ആ ഒരു ID കാർഡ് ഉണ്ടല്ലോ അത് വാങ്ങിക്കാനായിട്ട് അയാളുടെ വീട്ടിലേക്ക്, ഡെന്നിസ് എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അയാളിപ്പോൾ വീട്ടിലില്ല, അയാൾ വേറെ ഏതൊരു കേസിന്റെ ഭാഗമായിട്ട് കോർട്ടിലേക്ക് പോയേക്കാണെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ആവുന്നതും നമ്മുടെ ജെസ്സി ഇപ്പോൾ ആ അമ്മയുടെ ലോക്കറ്റിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ നമ്മുടെ സ്പൈഡർ അത് വിറ്റു എന്നുള്ള കാര്യം പറയും. അപ്പോൾ ജെസ്സി പറയും, അത് എത്ര പ്രധാനമാണെന്നറിയോ, അമ്മ നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ സ്പൈഡർ പറയും, അതൊരിക്കലും ഇല്ല, അമ്മ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നില്ല. നീ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിന്നെ ആ പോർച്ചിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ അന്ന് തന്നെ മരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം സ്പൈഡർ ഇപ്പോൾ ജെസ്സിയോട് പറയാണ്. അതുമല്ല ജെസ്സിക്ക് ഈ ഒരു ആസ്മ വരാൻ കാരണം തന്നെ പ്രഗ്നൻസി ടൈമിൽ പോലെ ഇവരുടെ അമ്മ ഡ്രഗ് യൂസ് ചെയ്തതുകൊണ്ടാണ് എന്നുള്ള കാര്യവും സ്പൈഡർ ഇപ്പോൾ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ജെസ്സി ആണെങ്കിലോ ഒന്നും വിശ്വസിക്കാതെ ആകെ വിഷമമായിട്ട് അവൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് അവൾക്ക് ആസ്മയുള്ള കാര്യം അവൾ ആലോചിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾക്ക് ശ്വസിക്കാൻ കഴിയാതെ ആ ഒരു ഇൻഹേലർ എടുത്ത് അടിക്കാനായിട്ട് വരുമ്പോൾ അത് ആൾറെഡി തീർന്നിരുന്നല്ലോ. സ്പൈഡർ ആണെങ്കിൽ പുതിയത് വാങ്ങിയതുമില്ല. അങ്ങനെ അവൾ ബോധമില്ലാതെ താഴെ വീഴുന്നത് ഇത് കണ്ട് സ്പൈഡർ ഓടി വന്നിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. വേറെ വഴിയില്ല, ആരെങ്കിലും വിളിച്ചേ മതിയാവൂ. അങ്ങനെ അവൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് 911 വിളിക്കും. പക്ഷേ അവർ പറയും ആംബുലൻസ് വരാണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ സ്പൈഡറിന് ഇപ്പോൾ വേറെ വഴിയില്ല, അവളുടെ അമ്മയുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് ജെസ്സിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ ജെസ്സിയെ ഡോക്ടർമാർ നോക്കിയിട്ട് കുറേ നേരമായി. പക്ഷേ ജെസ്സിയുടെ ഒരു കാര്യവും സ്പൈഡറിനോട് പറയുന്നില്ല. അവൾ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് മുതിർന്ന ആരെങ്കിലും വരട്ടെ അവരോട് പറയാന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്കാണെങ്കിൽ അങ്ങനെ വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് ബെൻ ഉണ്ടല്ലോ അവനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. എന്നിട്ട് ഡോക്ടർമാരോട് സംസാരിച്ച് അത് കഴിഞ്ഞ് നേരെ സ്പൈഡറിന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ സിസ്റ്ററിന് ഒരു കുഴപ്പമില്ല, അവൾ ഓക്കെ ആണെന്ന് പറയുന്നത്. സ്പൈഡർ നല്ലതുപോലെ കരയുന്നുണ്ട്. കാരണം അവൾ ആ ഒരു ഇൻഹേലർ ഫില്ല് ചെയ്യാത്തോണ്ടാണല്ലോ ജെസ്സിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. അപ്പോൾ ബെൻ ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി സ്പൈഡർ ഒന്നും പറയത്തില്ല. കാരണം എന്താണ്, അവളുടെ സഹോദരിയെ വിട്ടുപോകാനായിട്ട് അവളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അവസാനം നമ്മുടെ ജെസ്സിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ ബെന്നിന്റെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അന്ന് രാത്രി ബെന്നിന്റെ വീട്ടിൽ തന്നെ അവർ കഴിയുകയും ചെയ്യും. അങ്ങനെ രാത്രിയാകുമ്പോൾ ബെന്നിന്റെ ഭാര്യയും ബെന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരുടെ അമ്മ ഒരിക്കലും അവരെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നില്ല. അപ്പോൾ ബെൻ പറയും അവരുടെ അമ്മയെ കണ്ടിട്ട് കുറച്ച് നാളായി, എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ബെന്നിന്റെ ഭാര്യ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മയെ കണ്ടുപിടിക്കുന്ന അത്രയും ദിവസം നമുക്ക് അവരെ ഇവിടെ താമസിപ്പിച്ചാലോ? ഇല്ല, അതൊരിക്കലും ശരിയാവത്തില്ല. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇവരെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട്. ഇപ്പൊ ഇവർ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിന്റെ അവസാനം ഇവരെ രണ്ടുപേരെയും വേർപെടുത്താനായിരിക്കുന്ന ചാൻസ്. അതറിയത്തില്ല, എന്താണെന്ന് നമുക്ക് കണ്ടുപോകാം. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവരെ എല്ലാവരും സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് ബെന്നാണ്. എന്നിട്ട് സ്പൈഡറിനോട് പറയുന്നുണ്ട്, നീ ഒട്ടും വിഷമിക്കേണ്ട, നിന്റെ അമ്മയെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെ സ്കൂളിലേക്ക് ഇറക്കി വിട്ട് ബെൻ അവിടെ നിന്ന് പോകുമ്പോൾ അപ്പോഴാണ് സ്പൈഡർ അലക്സിയോട് പറയുന്നത്, ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തു, ഇന്നാണ് ഞങ്ങൾ രണ്ടുപേരും പോകാൻ പോകുന്നത്, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അലക്സിയുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. അത് അവള് സ്പൈഡറിന് കൊടുക്കും. എന്നിട്ട് വിഷമിക്കുന്ന രീതിയിൽ തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരു അവസാന യാത്രയെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് സ്പൈഡർ നേരെ ഡെന്നിസിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ ഒരു ഫേക്ക് ID വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ഫേക്ക് ID വാങ്ങിയിട്ട് സ്പൈഡർ നേരെ ജെസ്സിനെ വിളിക്കാനായിട്ട് ചെല്ലും. എന്നിട്ട് അവളെ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് സ്പൈഡർ പെട്ടെന്ന് തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ജെസ്സി ചോദിക്കും, അല്ല എന്തു പറ്റി, എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകാൻ പോവാണ്, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം അവർ നമ്മുടെ അമ്മയെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി ഇവിടേക്ക് വന്ന് നമ്മൾ രണ്ടുപേരെയും അവർ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ
അതുപോലെ എനിക്കൊരു ഫേക്ക് ഐ ഡി കിട്ടിയിട്ടുണ്ട് 18 വയസ്സാന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വെച്ച് നമുക്ക് മറ്റൊരു സ്ഥലത്ത് താമസിക്കാന്ന് പറയുമ്പോൾ ജെസ്സി പറയുമില്ല, ഈ വീടും അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കള് ഇവരെയൊന്നും വിട്ട് എനിക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ഇവരുടെ അമ്മ മരിച്ചു കിടക്കുകയല്ലോ, ആ ശരീരവും അതുപോലെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും നല്ലതുപോലെ വഴക്കുണ്ടാക്കുക. അതിന്റെ അവസാനം സ്പൈഡർ ഇപ്പോൾ ജെസ്സിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ അടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് വീടിന് വെളിയിലെ ഏതോ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. രണ്ടുപേരും പേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഡോർ ചവിട്ടി തുറക്കും. ആരാന്ന് വെച്ചാൽ റീസി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അവനാണ്. അങ്ങനെ അവൻ നേരെ വീടിനകത്തേക്ക് കയറി നമ്മുടെ സ്പൈഡറിനെ അങ്ങനെ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അവനിപ്പോ സത്യങ്ങൾ മനസ്സിലായി. എന്താന്ന് വെച്ചാല് ഇവരുടെ അമ്മ മരിച്ചു എന്നുള്ള കാര്യം. എന്നിട്ട് അവൻ പെട്ടെന്ന് നമ്മുടെ സ്പൈഡറിനോട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സത്യങ്ങൾ മനസ്സിലായത്. ശരി, ഈ കാര്യം ഒരിക്കലും ഞാൻ മറ്റാരോടും പറയത്തില്ല. പകരം നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്നതിൽ നിന്നും $200 എനിക്ക് തരണം. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഓക്കെ, അതിന് ഞാൻ സമ്മതിക്കാന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം അവൻ പുറത്തെടുക്കുന്നത്. ഇപ്പൊ അവളോട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതും സ്പൈഡർ അവനെ ഒരു ഒറ്റ ചവിട്ടി എന്നിട്ട് അവൾ ഓടി വെളിയിലേക്ക് പോകുന്നതും ഇവൻ ഓടി വന്ന് നമ്മുടെ സ്പൈഡറിനെ പിടിച്ചിട്ട് അവളെ വലിച്ചെടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ജെസ്സി ഓടി വന്ന് അവന്റെ മുകളിലേക്ക് ചാടിക്കയറി അവന്റെ ചെവിയിലേക്ക് കടിക്കും. അങ്ങനെ അവൻ എന്താ ചെയ്തെന്നറിയോ, പെട്ടെന്ന് തന്നെ ജെസ്സിനെ കൊണ്ട് പുറകിലേക്ക് പോയി ചുമരിലേക്ക് ഒരു ഒറ്റയിടി. ജെസ്സിയുടെ ബോധം പോയിട്ട് അവൾ താഴെ വന്ന് വീഴാണ്. ഇത് കണ്ട സ്പൈഡർ സഹിക്കോ, ഒരിക്കലുമില്ല, അവളത് ഈ ഒരു കാര്യം ചെയ്യും. ആടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജെസ്സി കണ്ണു തുറക്കാണ്. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ജെസ്സി പറയുന്നത്, ഇനി എന്തായാലും നമുക്ക് ഈ സത്യങ്ങളെല്ലാം പോലീസിനോട് പറയാന്ന് പറഞ്ഞ് അവസാനം ഇവര് രണ്ടുപേരും പോലീസിനെ വിളിക്കുന്നു. അങ്ങനെ ഈ പോലീസ് വീട്ടിലേക്ക് വന്ന് ഉള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അങ്ങനെ അവരുടെ അമ്മയുടെ ശരീരമെല്ലാം കണ്ടുപിടിച്ചിട്ട് ബെന്നിപ്പോ സ്പൈഡറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, നീ ഒരിക്കലും ചെയ്തത് തെറ്റല്ല. കാരണം നിന്റെ ഫാമിലിയെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവരുടെ അമ്മയുടെ ആ ഒരു ഫ്യൂണറൽ ഉണ്ടല്ലോ, അത് നടത്തുകയാണ്. രണ്ട് സഹോദരിമാരും ആ ഒരു പെട്ടിക്ക് മുന്നിൽ നിന്നിട്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സ്പൈഡറിനെ സമാധാനപ്പെടുത്തുന്നത് അവളുടെ സുഹൃത്ത് കോടിയാണ്. അപ്പോഴാണ് സ്പൈഡർ അവളുടെ അമ്മയുടെ ആ ഒരു ലോക്കറ്റ് ഉണ്ടല്ലോ അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെയും കുട്ടിയായിരിക്കുന്ന ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ അവരുടെ അമ്മ ആ ലോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ അമ്മ അവരെ രണ്ടുപേരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. റീസി എന്ന് പറഞ്ഞിട്ട് അവൻ അതെല്ലാം വെറുതെ പറഞ്ഞതായിരുന്നു. അത് മനസ്സിലാക്കിയ സ്പൈഡർ ആ ലോക്കറ്റ് എടുത്ത് കഴുത്തിലേക്ക് ഇട്ട് അവളുടെ അമ്മയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.